കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സജ്ജമായതിന്റെ ക്രെഡിറ്റ് ആർക്കൊക്കെ എന്നതിൽ തർക്കം. തീ അണഞ്ഞെങ്കിലും സർക്കാർ ബ്രഹ്മപുരത്തെ മറന്നില്ലെന്ന് മന്ത്രി എം.വി. രാജേഷ് പറഞ്ഞു. പ്ലാന്റ് നിർമ്മിച്ചതിൽ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും കയ്യടി വേണമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആവശ്യം. പ്രതിദിനം 150 ടൺ ഖരമാലിന്യത്തിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് BPCLന്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്. സംസ്ഥാനത്തെ ആദ്യ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റാണ് ബ്രഹ്മപുരത്തേത്. ഏതാണ്ട് 3 വർഷം മുൻപ് ബ്രഹ്മപുരത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിന് തീപിടിച്ച് കൊച്ചി നഗരമാകെ പുകയിൽ മുങ്ങി വലിയ വിമർശനങ്ങൾ ഉയർന്നപ്പോഴാണ് ഇത്തരമൊരു പ്ലാന്റിനെ കുറിച്ച് ആലോചനകൾ തുടങ്ങിയത്. ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചപ്പോൾ പരിഹസിച്ചവരുണ്ടെന്ന് മന്ത്രി എം.വി. രാജേഷ് പറഞ്ഞു. ഈ പുകശല്യം മൂലം കൊച്ചി വിട്ടു പോവുകയാണെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചവരുണ്ടെന്നും മന്ത്രി പരിഹസിച്ചു. എന്തായിരുന്നാലും ബ്രഹ്മപുരത്തെ തീയും പുകയും ഒക്കെ അടങ്ങിയെങ്കിലും സർക്കാർ ബ്രഹ്മപുരത്തെ മറന്നില്ല. ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്നും പ്രഖ്യാപിച്ചു. അതിന് മറുപടി ആയി വന്നത് പരിഹാസവും ട്രോളുകളുടെ പെരുമഴയുമായിരുന്നു. ബ്രഹ്മപുരത്തെ CBG പ്ലാന്റ് സംസ്ഥാന സർക്കാരിൻ്റെതാണെങ്കിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BPCLന്റെ അകമഴിഞ്ഞ പിന്തുണയോടെയാണ് അത് യാഥാർത്ഥ്യമാകുന്നതെന്നത് പ്രത്യേക ആഹ്ലാദം നൽകുന്നതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും മന്ത്രി P. രാജീവിൻ്റെയും M.B. രാജേഷിനുമൊക്കെ ഇടപെടലുകൾ അംഗീകരിക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ഇതിനൊരു കയ്യടി തരിക തന്നെ വേണമെന്ന് സുരേഷ് ഗോപി സദസ്സിനോടായി പറഞ്ഞു. നരേന്ദ്രമോദിജിയെ കൂപ്പ് കൈകളോടെ നന്ദി പറയുമെങ്കിൽ ഒപ്പം എടുത്ത് നന്ദി പറയുന്നത് ഭാരതത്തിൻ്റെ അന്നത്തെയും ഇന്നത്തെയും ഹോം മിനിസ്റ്റർ ശ്രീ അമിത്ഷായ്ക്ക് കൂടി നന്ദി പറയണമെന്നുള്ളത് മലയാളി എന്ന നിലയ്ക്ക് എൻ്റെ കർത്തവ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. അതിന് നല്ല കയ്യടി നിങ്ങൾ തന്നേ മതിയാവും. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന് വേണ്ടി സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ വകുപ്പും ചെയ്തതെല്ലാം ജനങ്ങൾക്കറിയാമെന്ന് മന്ത്രി രാജേഷ് തിരിച്ചടിച്ചു. ക്രെഡിറ്റ് മാത്രമാണ് ആവശ്യമെങ്കിൽ ആര് വേണമെങ്കിൽ എടുത്തോട്ടെ, കാര്യം നടക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ കയ്യടി കിട്ടുന്നുണ്ട്, പ്രത്യേകം ചോദിക്കേണ്ടി വരാറില്ല. സാനിറ്ററി വേസ്റ്റുകൾ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാവശ്യമായ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി M.B. രാജേഷ് നിർവഹിച്ചു. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.